എൻ്റെ മോളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡ്രഗ്സ് കൈവശം വെച്ചതിനും മറ്റുള്ളവർക്ക് വിതരണം ചെയ്തതിനുമാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാര കേസല്ല. അകത്ത് പോകും. പിന്നെ ഇവനെ പോലുള്ളവര് ഇതൊക്കെ ഡ്രഗ് മാഫിയയുടെ വലിയ കണ്ണികളുടെ ഒരാളാണ്. ഇവരൊക്കെ അവിടെ വരുന്നതിന് മുമ്പ് വിളിച്ചിറക്കാൻ ആൾക്കാരുണ്ട്. ഈ കോള് പോലും അതാ. സാറേ 6 വയസ്സുള്ളപ്പോൾ തള്ള ഇട്ടിട്ട് പോയതാ. എന്നിട്ട് ഒരു കുറവും വരാതെ ഞാൻ വളർത്തിയത്. പിന്നെയാണ് കുടിക്കാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. പിന്നെ അവള് ചിലപ്പോൾ ചില കൂടിയ ഉടുപ്പ് വേണമെന്ന് പറയുമ്പോൾ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂല. അപ്പോഴും ഞാൻ കുറി കെട്ടി അതിൽ നിന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുഴുവൻ A+ വാങ്ങിച്ച കുട്ടിയാണ്. എങ്ങനെ ഇത് അതിൽ ചെന്ന് പെട്ടെന്ന് എനിക്കറിയില്ല. ഒരു കുറവും വരുത്തിയിട്ടില്ല സാറേ. മന്മഥെന്നല്ലേ പേര് പറഞ്ഞത്? മന്മഥ, നിങ്ങൾ ഈ കുട്ടിയെ കുറെ കൂടി കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലുള്ള കുട്ടികളെ, അതായത് സാമ്പത്തികമായിട്ട് താഴെക്കിടയിൽ കിടക്കുന്ന കുട്ടികളെയാണ് ഇവരാദ്യം കണ്ണുവയ്ക്കുന്നത്. കാരണം അവർക്ക് സാമ്പത്തികം ആവശ്യം വരും, വേണ്ടി വരും എന്ന് കൃത്യമായിട്ട് ഇതുപോലുള്ള റാക്കറ്റുകൾക്ക് അറിയാം. അപ്പം അവരെ ഇതിൻ്റെ വിതരണക്കാരാക്കും, ആവശ്യമുള്ള പൈസയും കൊടുക്കും. അപ്പം നിങ്ങളെ ഹലോ പ്യാരി, പ്ലീസ്, നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം, ഒന്ന് സംസാരിച്ചോട്ടെ. അപ്പം ഇതുപോലുള്ള റാക്കറ്റുകൾ ഒതുക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക. നമ്മൾ സ്കൂളുകളിൽ ശ്രദ്ധിക്കുന്നത് എന്താ? കുട്ടികൾക്ക് ഏറ്റവും ഹൈ മാർക്കുകൾ കിട്ടുമെന്നുള്ളതാണ്, അല്ലേ? അവരെ സിലബസ് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമായി മാറിയിരിക്കുകയാണ് അധ്യാപകരുടെ ഉത്തരവാദിത്വം. അതല്ലല്ലോ. സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു പൗരനെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാക്കാൻ നമുക്കൊക്കെ ഉത്തരവാദിത്വമില്ലേ? അധ്യാപകർക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്, ഈ സമൂഹത്തിന് മൊത്തത്തിലുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നത് കുട്ടികളാണ്. അതെ, വിളിച്ചാൽ കിട്ടൂല. പുള്ളി കിടന്ന് ഉപദേശിക്കാനും ഇവിടെ അവരൊക്കെ ഉപദേശിക്കാണ്. ഫോണെടുത്ത് താഴ്ത്തി വെച്ചിട്ട് കിടന്ന് കരയുന്നുണ്ട്.